അങ്ങനെ പറഞ്ഞ് തോമസ് കെ തോമസ് NCPയുടെ സംസ്ഥാന പ്രസിഡന്റായി. ആ തീരുമാനം വന്നിരിക്കുകയാണ്. PK രാജൻ, PM സുരേഷ് ബാബു എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. അജീഷ് ജയകുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, അവസാനം ശരത് പവാർ ആ തീരുമാനം എടുത്തിരിക്കുന്നു. തോമസ് കെ തോമസിനെ NCPയുടെ സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചു. ഇപ്പോൾ PC ചാക്കോയുടെ നോമിനി PM സുരേഷ് ബാബുവിന് പ്രസിഡന്റ് ആയില്ലെങ്കിലും വൈസ് പ്രസിഡന്റ് ആവാൻ പറ്റിയിട്ടുണ്ടല്ലേ? PK രാജനും രണ്ട് വൈസ് പ്രസിഡന്റുമാർ. അതെ വിജയകുമാർ SK. എന്തായാലും സംസ്ഥാന പ്രസിഡന്റായി തോമസ് കെ തോമസ് MLA തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിന്റെ ഉത്തരവാണ് ശരത് പവാർ ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം തോമസ് കെ തോമസ് ഉറപ്പിച്ചിരുന്നു. ഇതിന്റെ ഈ ദേശീയ ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര യാവാദ് കേരളത്തിലെത്തിയിരുന്നു. അതായത് സംസ്ഥാനത്തെ ഈ ജില്ലാ പ്രസിഡന്റുമാരുടെ അവരുടെ കൂടെ അഭിപ്രായം തേടാനായിരുന്നു ജിതേന്ദ്ര യാദവ് കേരളത്തിലെത്തിയത്. ജിതേന്ദ്ര യാദവിനോട് 14 ജില്ലാ പ്രസിഡന്റുമാരും തോമസ് കെ തോമസ് തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആകട്ടെ എന്നായിരുന്നു കത്ത് നൽകിയത്. ഇതിനെ തുടർന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു തോമസ് കെ തോമസ് തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന്. AK ശശീന്ദ്രനും തോമസ് കെ തോമസ് തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആകട്ടെ എന്നൊരു നിലപാടിലായിരുന്നു. പക്ഷേ PC ചാക്കോയ്ക്ക് മറ്റൊരു എതിരഭിപ്രായം ഉണ്ടായിരുന്നു. PM സുരേഷ് ബാബുവിനായിരുന്നു PC ചാക്കോയ്ക്ക് താല്പര്യം. പക്ഷേ ഇത് ജില്ലാ പ്രസിഡന്റുമാർ എതിർത്തതോടെയാണ് ഇപ്പോൾ തോമസ് കെ തോമസ് നറുക്ക് വീണത്. എന്തായാലും NCPയുടെ പുതിയ അധ്യക്ഷനായി തോമസ് കെ തോമസിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. PC ചാക്കോയുടെ രാജിയോടെയാണ് സംസ്ഥാനത്തെ NCPയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായത്. ആരാകും അടുത്ത അധ്യക്ഷൻ എന്ന വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എതിരില്ലാതെ തന്നെ തോമസ് കെ തോമസിനെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട്. PK രാജൻ മാസ്റ്റർ ഒപ്പം PM സുരേഷ് ബാബു എന്നിവർ രണ്ടുപേർ വൈസ് പ്രസിഡന്റുമാരായും തുടരും. ഒപ്പം തന്നെ PC ചാക്കോ ദേശീയ തലത്തിലായിരിക്കും പ്രവർത്തിക്കുക. ദേശീയ വൈസ് പ്രസിഡന്റായി PC ചാക്കോയും തുടരും. വർക്കിംഗ് പ്രസിഡന്റുമാർ രണ്ടുപേരും സുരേഷ് ബാബുവും രാജൻ മാസ്റ്ററും അല്ലേ?